മക്കളെ, ഇപ്പൊ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം ആണ് വരാൻ പോകുന്നത് അല്ലേ? ക്രിസ്മസ് എക്സാമും ഫൈനൽ എക്സാമും മോഡൽ എക്സാം ഒക്കെ ആയിട്ട് നമ്മൾ ഇനി എന്താവാൻ പോവാണ്, കുറച്ച് തിരക്കാവാൻ പോവാണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷോർട്ട് എസ്സേ എന്നുള്ളതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യത്തെ ആ ഒരു 10 മാർക്ക്, അതായത് 10 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പാക്കി വെച്ചേക്കണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോവാം അല്ലെ. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, നമുക്കറിയാം സിമ്പിളും ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റു മാർക്കിലേക്കും ആ പോയിന്റ്സ് യൂസ് ചെയ്യാനും പറ്റും. നമുക്ക് അധികം പറയേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. EPS സ്റ്റാൻഡ്സ് ഫോർ, EPSന്റെ ഫുൾ ഫോം എന്താന്നുള്ളതാണ് ചോദിക്കുന്നത്. EPS എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, എന്താണ്, ഓരോ ഷെയറിന് മുകളിലും കമ്പനി എത്ര ഏർണിങ്സ് എക്സ്പെക്ട് ചെയ്യാം, അതാണ് EPS എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഫുൾ ഫോം ഏതായിരിക്കും, ഇക്വിറ്റി പെർ ഷെയർ ആയിരിക്കോ, ഏർണിംഗ് പെർ ഷെയർ ആയിരിക്കോ, ഇക്വിറ്റി പ്രോ ഷെയർ ആയിരിക്കോ, ഏർണിംഗ് പ്രോ ഷെയർ ആയിരിക്കോ. ലാസ്റ്റ് രണ്ടെണ്ണം നമുക്ക് എന്തായാലും അല്ല എന്നുള്ളത് അറിയാം. ഇക്വിറ്റി പെർ ഷെയർ ആണോ ഏർണിംഗ് പെർ ഷെയർ ആണോ, ഇതാണ് നമ്മൾ അറിയേണ്ടത് അല്ലേ. നമുക്കറിയാം EPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏർണിംഗ് പെർ ഷെയർ ആണ്. ഓരോ ഷെയറിന്റെ മുകളിലും കമ്പനി എത്ര ഏർണിങ്സ് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺട്രോളിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോളിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അല്ലെങ്കിൽ കൺട്രോളിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആക്ച്വൽ പെർഫോമൻസ് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കും. ഇവർ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഡീവിയേഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. എക്സെപ്ഷണൽ ആയിട്ടുള്ള ഡീവിയേഷൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ അത് പെടുത്തിയാൽ മതി. അതല്ലാതെ ചെറിയ ചെറിയ റൂട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജ്മെന്റിലേക്ക് എത്തിക്കണം എന്നില്ല. അങ്ങനെ ആകുമ്പോൾ മാനേജ്മെന്റിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കുറയാൻ ചാൻസ് ഉണ്ട്. എക്സെപ്ഷണലി ഡീവിയേഷൻസ് ഉള്ള, അതായത് വല്ലപ്പോഴും മാത്രം വരുന്ന അങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീവിയേഷൻസ് മാത്രം മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ പെടുത്തിയാൽ മതി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് കൺട്രോളിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അല്ലെ. അതേതാ കോൺസെപ്റ്റ്, മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ, അതായത് MBE. നമുക്ക് ഇത് എന്ത് ചെയ്യാറുണ്ട്, 1 മാർക്ക് ക്വസ്റ്റ്യനിൽ ഈ രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കാറുണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യൻസിനും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, MBE ചോദിക്കാറുണ്ട് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്തിട്ട് ഡീവിയേഷൻസ് എക്സെപ്ഷണൽ ആണ്, അതായത് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽ അത് വരുത്തണം എന്നുണ്ടെങ്കിൽ മാത്രം അവരിലേക്ക് എത്തിക്കുക. അതല്ല റൂട്ടീൻ നേച്ചറിലുള്ള ചെറിയ ചെറിയ ഡീവിയേഷൻസ് ആണെങ്കിൽ അത് അവരിലേക്ക് എത്താതെ നമ്മളെ ചെറിയ മാനേജേഴ്സ് തന്നെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എംപ്ലോയീസ് തന്നെ എന്ത് ചെയ്യുക, അത് സോൾവ് ചെയ്യുക. ആ ഒരു കോൺസെപ്റ്റ് ആണ് എന്ത്, മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ മാസ്ലോന്റെ നീഡ് ഹൈറാർക്കി തിയറി പഠിക്കുന്നുണ്ട് അല്ലെ. അതിൽ നമ്മൾ 5 നീഡൊക്കെ പഠിക്കുന്നുണ്ട്. ഫിസിയോളജിക്കൽ നീഡ്, ബേസിക് നീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നീഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈറാർക്കി ബേസിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ മാസ്ലോ പറയാണ്, ദ ഡിസയർ ടു ബിക്കം എവറിത്തിങ് വൺ ഈസ് കേപ്പബിൾ ഓഫ് ബിക്കമിങ്. ഒരാൾക്ക് ആവാൻ പറ്റുന്നതിന്റെ മാക്സിമം അയാൾ ആകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മാസ്ലോന്റെ ഏത് നീഡാണെന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. താഴെ നമുക്ക് 4 നീഡ് തന്നിട്ടുണ്ട്. ഒരാളെ കൊണ്ട് മാക്സിമം ഏത് ഉയരത്തിൽ എത്താൻ പറ്റും അത്രയും അയാൾ എത്തണം എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇതിൽ ഏത് നീഡായിരിക്കും, നമുക്കറിയാം അല്ലെ, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാൾക്ക് അയാളുടെ കപ്പാസിറ്റി വെച്ചിട്ട് എത്രത്തോളം ഉയരത്തിലെത്താൻ പറ്റുമോ അത്രത്തോളം ഉയരത്തിലെത്തണം എന്ന് അയാൾ ആഗ്രഹിക്കുക. ആ ഒരു നീഡാണ് എന്ത്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ലാസ്റ്റ് നീഡാണല്ലേ, നമുക്കൊരു 5 നീഡ് ഉണ്ടെങ്കിൽ അതിൽ 5ാമത്തെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള നീഡായിട്ടാണ് മാസ്ലോ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺട്രോളിംഗ് ഫംഗ്ഷന്റെ ഫീച്ചേഴ്സ് അല്ലാത്തത് താഴെ തന്നിട്ടുള്ളത് ഏതാണ്, അതോറിറ്റി ആണോ, സൂപ്പർവിഷൻ ആണോ, ഫോർവേഡ് ലുക്കിംഗ് ആണോ, കണ്ടിന്യൂസ് പ്രോസസ് ആണോ. നമുക്ക് ആൻസർ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാൻ നോക്കുക. ഏതാണ് മാച്ച് അല്ലാത്തത് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് നോക്കാം. അതോറിറ്റി എന്ന് പറഞ്ഞ കൺട്രോളിംഗ് ഫംഗ്ഷന്റെ ഫീച്ചർ ആണോ, അല്ല അല്ലെ. അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്തായാലും കൺട്രോളിംഗ് ഫംഗ്ഷൻ ആയിട്ട് വലിയ ബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇനി നെക്സ്റ്റ് നോക്കാം, സൂപ്പർവിഷൻ വേണ്ടേ കൺട്രോളിംഗില്, യെസ് സൂപ്പർവിഷൻ വേണം അല്ലെ. ഫോർവേഡ് ലുക്കിംഗ്, കൺട്രോളിംഗിൽ ഫോർവേഡ് ലുക്കിംഗ് ഇല്ലേ, നമ്മൾ പാസ്റ്റ് ആക്ടിവിറ്റീസ് റിവ്യൂ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് ഇനി മുന്നോട്ട് എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യും. അപ്പൊ ഫോർവേഡ് ലുക്കിംഗ് ഓൾസോ കൺട്രോളിംഗ് ഫംഗ്ഷന്റെ ഫീച്ചർ ആണെന്ന് പറയാം. ഇനി ലാസ്റ്റ് കണ്ടിന്യൂസ് പ്രോസസ് അല്ലെ. നമ്മൾ ഒരിക്കൽ മാത്രമാണോ കൺട്രോളിംഗ് ഫംഗ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഏരിയയില് ഇവിടെ മാത്രം മതി, ഇന്ന് മാത്രം മതി, അങ്ങനെയാണോ, അല്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബിസിനസ് ഉള്ളിടത്തോളം കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്ത്, കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതില് അതോറിറ്റി ആണ് എന്ത്, കൺട്രോളിംഗ് ഫംഗ്ഷന്റെ ഫീച്ചർ അല്ലാത്തത് അല്ലെ മക്കളെ. അപ്പൊ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒക്കെ സിമ്പിൾ ആണ്, പക്ഷെ
കോൺസെപ്ച്വൽ ക്ലാരിറ്റി നമുക്ക് എന്ത് ചെയ്യണം, വേണം അല്ലെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ആൻസർ അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈനലി ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂലി അപ്പോയിന്റഡ് സ്റ്റാഫാണ്. ആൽഫ ഫുഡ് പ്രോഡക്റ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനീന്റെ പേരൊക്കെ അവർ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കമ്പനിയിൽ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്ത സ്റ്റാഫാണ് സോണി. ഈ സോണിയെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാ ട്രെയിനിങ് കൊടുക്കുന്നത് നോക്കാം. ട്രെയിനിങ് അക്കൗണ്ട്സിൽ ആദ്യം കൊടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പർച്ചേസിലേക്ക് അയാളെ മാറ്റുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നുണ്ട്, ലാസ്റ്റ് ക്വാളിറ്റി കൺട്രോൾ സെക്ഷനിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പൊ അയാൾക്ക് എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്, ഈ ആളെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ രീതിയിൽ എന്ത് ചെയ്യാണ്, ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങിനെ നമ്മൾ ഒരു പേര് പറയുന്നുണ്ട്. ആ പേര് എന്താന്നുള്ളതാണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്, ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. ആ പേരെന്താണ്, നമ്മൾ ഇയാളെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇരുത്തുകയാണോ, അല്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യാണ്, ഇയാളെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക്. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ആസ് എ ഹോൾ ഒരു ഐഡിയ കിട്ടും. ഓർഗനൈസേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങിനെ നമ്മൾ ജോബ് റൊട്ടേഷൻ എന്നാണല്ലേ പറയാ. യെസ്, ജോബ് റൊട്ടേറ്റ് ചെയ്യുക. ആദ്യം അക്കൗണ്ട്സിൽ, പിന്നെന്ത് ചെയ്യാണ്, പർച്ചേസിലേക്ക് മാറ്റി, പിന്നെന്ത് ചെയ്യാണ്, ക്വാളിറ്റി കൺട്രോളിലേക്ക് മാറ്റി. ഇയാളിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എല്ലാ ജോലിനെ പറ്റിയിട്ടും എന്ത് ചെയ്യാണ്, ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങിനെ ജോബ് റൊട്ടേഷൻ എന്ന് പറയാം അല്ലെ. ഇനി നമ്മുടെ ആറാമത്തെ ക്വസ്റ്റ്യൻ ചെറിയ ഒരു ഡാഷ് ക്വസ്റ്റ്യൻ ആണ്. ദ എസെൻസ് ഓഫ് മാനേജ്മെന്റ് ഈസ്. ഏതാണ് എസെൻസ് ഓഫ് മാനേജ്മെന്റ്? നമുക്ക് ഇതിന് ഇവിടെ ഓപ്ഷൻസ് ഒന്നും തന്നിട്ടില്ല, പക്ഷെ ഓപ്ഷൻസിന്റെ ആവശ്യമുണ്ടോ, ഇല്ല. വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം എസെൻസ് ഓഫ് മാനേജ്മെന്റ് ഈസ് കോർഡിനേഷൻ. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫങ്ഷൻസും ഒരുപാട് ലെവൽസും എല്ലാം ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒക്കെ കോർഡിനേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊക്കെ മര്യാദയ്ക്ക് കോർഡിനേറ്റ് ആയിട്ട് നല്ല രീതിക്ക് പോയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് എന്താണോ ഓർഗനൈസേഷണൽ ഗോൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദ എസെൻസ് ഓഫ് മാനേജ്മെന്റ് ഇസ് കോർഡിനേഷൻ അല്ലെ. ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. താഴെ തന്നിട്ടുള്ളതിൽ ഒറ്റപ്പെട്ട ആളിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഗ്യാങ് ബോസ്, റൂട്ട് ക്ലർക്ക്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ അല്ലെ. ഒക്കെ നമുക്കറിയാം ഇത് ആരായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മുടെ FW ടൈലറിന്റെ ഫങ്ഷണൽ ഫോമാൻഷിപ്പ് എന്ന ആ ഒരു ടെക്നിക്കിൽ വരുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ. നമുക്കറിയാം ഫങ്ഷണൽ ഫോമാൻഷിപ്പ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് രീതിയിൽ ഡിവിഷൻ ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ ഇൻചാർജ് ആൻഡ് പ്ലാനിങ് ഇൻചാർജ്. ഇതില് ക്ലർക്ക് എവിടെയാ വരുന്നത്, ക്ലർക്കുമാരൊക്കെ വരുന്നത് നമുക്ക് പ്ലാനിങ് ഇൻചാർജിലാണ്. ബോസ് ഒക്കെ വരുന്നത് എവിടെയാണ്, ബോസ് ഒക്കെ വരുന്നത് പ്രൊഡക്ഷൻ ഇൻചാർജിലാണ്. അപ്പൊ ഇതില് ബോസ്, അതായത് ഗ്യാങ് ബോസ് ഉണ്ട്, റിപ്പയർ ബോസ് ഉണ്ട്, ഇൻസ്പെക്ടർ ബോസ് ഉണ്ട്. ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ ഇൻചാർജ് ആണെന്നും പറയാം. റൂട്ട് ക്ലർക്ക് ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഓഡ് വൺ ആയിട്ട് നിൽക്കുന്നത്. റൂട്ട് ക്ലർക്ക് വരുന്നത് പ്ലാനിങ് ഇൻചാർജിന്റെ അണ്ടറിലാണ് അല്ലെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. The capital required to meet the day-to-day expenses of the enterprise is called. അതായത് ബിസിനസ്സിൽ രണ്ട് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതിൽ ഏത് ക്യാപിറ്റൽ ആയിരിക്കും ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ക്യാപിറ്റൽ? അഫ്കോഴ്സ് നമുക്കറിയാം ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടി മാറ്റി വെക്കുന്ന ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഫിക്സഡ് ക്യാപിറ്റൽ ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണോ? അല്ല അല്ലെ. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് എലിമെന്റ് ഓഫ് ഡയറക്ടിങ്? ഇതിൽ ഏതൊക്കെയാണ് എലിമെന്റ്സ് ഓഫ് ഡയറക്ടിങ്? ഡയറക്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ എലിമെന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്കറിയാം മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, സൂപ്പർവിഷൻ. ഇത് മൂന്നും ഡയറക്ടിങ്ങിന്റെ എലിമെന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്താ വരുന്നത്, ലാസ്റ്റ് അല്ലെ. ഓൾ ഓഫ് ദീസ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. 9 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ കൺട്രോളിംഗ് പ്രോസസ് ഈസ് ടു ഫിക്സ്. കൺട്രോളിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം തന്നെ നമ്മൾ എന്ത് സെറ്റ് ചെയ്യണം, സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം അല്ലെ മക്കളെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുക. അപ്പൊ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് കൺട്രോളിംഗ് ഫംഗ്ഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് അല്ലെ. സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം. ഈ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് കൺട്രോളിംഗ് ഫംഗ്ഷന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോമ്പണന്റ് ഓഫ് എക്കണോമിക് എൻവയോൺമെന്റ്? താഴെ നമുക്ക് 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ എക്കണോമിക് എൻവയോൺമെന്റിന്റെ കോമ്പണന്റ് അല്ലാത്തത് ഏതാണെന്നാ ചോദിക്കുന്നത്. നമ്മുടെ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റിൽ ഓരോ ഡയമെൻഷൻസിന്റെയും അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ഏതാണ് എക്കണോമിക് എൻവയോൺമെന്റിന്റെ അണ്ടറിൽ വരാത്തത്?
എക്കണോമിക് സിസ്റ്റം എന്തായാലും വരും അല്ലേ? സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെന്റ് എക്കണോമിക് എൻവയോൺമെന്റിൽ വരുന്ന ഒരു കാര്യമാണോ? അല്ല. ഇൻട്രസ്റ്റ് റേറ്റും ടാക്സും ഫോറിൻ ട്രേഡ് ബാലൻസും ഇതൊക്കെ എക്കണോമിക് എൻവയോൺമെന്റിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെന്റ് ആണ് എക്കണോമിക് എൻവയോൺമെന്റിന്റെ കോമ്പണന്റ് അല്ലാത്തത് അല്ലേ മക്കളെ? ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാനിങ് ഈസ്, താഴെ ഒരു 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ പ്ലാനിങ്ങുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്ലാനിങ് ഈസ് പെർവസീവ്. പ്ലാനിങ് എല്ലാ ലെവൽസിലും എല്ലാ കാര്യങ്ങളിലും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് പെർവസീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. 2ാമത്തെ കാര്യം ഫ്യൂച്ചറിസ്റ്റിക്. പ്ലാനിങ് ഈസ് ഫോർവേഡ് ലുക്കിംഗ്. മുന്നോട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കണ്ടിന്യൂസ്. പ്ലാനിങ് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് നിർത്തുന്നുണ്ടോ? ഇല്ല. പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ് അല്ലേ? ലാസ്റ്റ് വൺ ഓൾ ഓഫ് ദിസ്. അപ്പൊ മുകളിൽ പറഞ്ഞിട്ടുള്ള 3 ഓപ്ഷൻസ് മാച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആൻസർ ഓൾ ഓഫ് ദീസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് 12 എണ്ണം നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ 10 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മിസ് ആവാൻ പാടില്ല. അതിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.